എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. പുളിയിഞ്ചി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. പേഴ്സണലി ഇത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഡിഷും കൂടിയാണ്. ഈ ഓണത്തിന് വളരെ പെട്ടെന്ന് ഒരു പുളിയിഞ്ചി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടായി വരുന്നുണ്ട്. ഞാനതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഓൾമോസ്റ്റ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം എന്തായാലും ലോയിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയെല്ലാം ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇഞ്ചി കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇഞ്ചി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ ഇഞ്ചി ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ആവശ്യാനുസരണം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് പൊടികളുടെ റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ പൊടികളുടെ റോസ്മെല്ലൊക്കെ മാറിയിട്ട് എല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ 1 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഓൾറെഡി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ വെള്ളത്തിൻ്റെ അളവ് 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ ആകാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീണ്ടും ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ ക്വാളിറ്റി അനുസരിച്ച് എപ്പോഴും വ്യത്യാസം വന്നെന്നിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മധുരത്തിൻ്റെ അളവ് ഒന്ന് ക്രമീകരിച്ചെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.